എല്ലാവർക്കും നമസ്കാരം. മാത്സ് ബേസിക് ട്യൂട്ടോറിയലിൻ്റെ അവസാനത്തെ ക്ലാസ്സാണിത്. ഈ ക്ലാസ്സിൽ സ്തംഭങ്ങളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത്. സ്തംഭങ്ങളും അവയുടെ ഉള്ളളവ്, അതോടൊപ്പം തന്നെ മറ്റ് അളവുകൾ കുറിച്ചൊക്കെ ഈ ക്ലാസ്സിൽ നമുക്ക് പരിശോധിക്കാം. പ്രധാനമായും സ്തംഭങ്ങൾ എന്ന് പറയുന്നത് പ്രിസംസിനെയാണ് സ്തംഭങ്ങൾ എന്ന് പറയുക. പ്രിസം എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. പ്രിസം. സോളിഡ്സ് എന്നുള്ളത് ഘനരൂപങ്ങളാണ്. സോളിഡ്സും പ്രിസവും. സോളിഡ് എന്ന് പറയുന്നത് ഘനരൂപം, പ്രിസം എന്ന് പറയുന്നത് സ്തംഭമാണ്. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ആദ്യം സൂചിപ്പിക്കാം. ഒരു സ്തംഭമാണെങ്കിൽ, ഒരു സോളിഡ് ആണെങ്കിൽ ഒരു ഘനരൂപമാണ്. ഒരു കല്ല്, ഉദാഹരണത്തിന് ഒരു കല്ല്, ഈ കല്ല് ഒരു ഘനരൂപമാണ്. ഇതിന് ഷേപ്പില്ലാത്തതിനെല്ലാം നമ്മൾ ഷേപ്പില്ലാതെ അതിന് വെയിറ്റ്, അതിന് ഉള്ളളവ് ഉള്ളുള്ളതിനെയാണ് സാധാരണ ഘനരൂപം അഥവാ സോളിഡ് എന്ന് പറയുക. നേരെ കുറച്ച് കൃത്യമായി ഷേപ്പ് ഉണ്ടെങ്കിൽ, ഒരു ചതുരപ്പെട്ടി, ഈ ചതുരപ്പെട്ടിക്ക് നല്ല കൃത്യമായ ഷേപ്പ് ഉണ്ട്, ഒരഗ്രം മുതൽ മറ്റേ അഗ്രം വരെ കൃത്യമായ ഷേപ്പ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രിസം എന്നും പറയും. അപ്പോൾ പ്രിസമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. സോളിഡ് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രിസത്തിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എല്ലാ പ്രിസവും സോളിഡാണ്. കാരണം പ്രിസത്തിന് ഉള്ളളവുണ്ട്, ഇതിൻ്റെ ഉള്ളളവുണ്ട്, അല്ലെങ്കിൽ ഇതിന് ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും നിറച്ച് വെക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഇതിന് സോളിഡാണ് താനും, ഇത് പ്രിസമാണ് താനും. പ്രിസത്തിന് കൃത്യമായ ഷേപ്പ് ഉണ്ടാവും. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കൃത്യമായ ഷേപ്പ് ഉള്ളതിനെയാണ് പ്രിസം എന്ന് പറയുക. അപ്പോൾ പ്രിസത്തിൻ്റെ ഇതിൻ്റെ ഷേപ്പ്, ഇതിന് ഉള്ള കാര്യങ്ങൾ, ഇതിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് ഇതിന് ഫേസ് ഉണ്ടാവും. ഫേസ് എന്ന് പറയുന്നത് മുഖമാണ്. ആ പരന്ന പ്രതലത്തെല്ലാം ഫേസ് എന്നാണ് പറയുക. പിന്നെ ഈ കുറേ മൂലകളുണ്ടാവും. ആ മൂലക്ക് വർട്ടെക്സ് എന്നാണ് പറയുക. വർട്ടെക്സ് അല്ലെങ്കിൽ വർട്ടെക്സ്, മൂല എന്ന് പറയും. ഫേസ് എന്ന് പറയുന്നത് മുഖം മലയാളത്തിൽ. ഈ വർട്ടെക്സ്, പിന്നെ ഈ അരികിന് സൈഡിന്, അതിന് എഡ്ജ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. എഡ്ജ്, അരിക് അല്ലെങ്കിൽ വക്ക്, അരിക് അല്ലെങ്കിൽ വക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഈ അഗ്രത്തിൻ്റെ ആകൃതി ചതുരമായതുകൊണ്ട് ഇത് ഒരു ചതുരസ്തംഭമാണ്. അപ്പോൾ അഗ്രത്തിൻ്റെ ആകൃതിക്കനുസരിച്ചിട്ടാണ് പേര് വിളിക്കുക. അഗ്രത്തിൻ്റെ ആകൃതി എന്താണോ അതിനനുസരിച്ചിട്ടാണ് സ്തംഭത്തിന് പേര് വിളിക്കുക. അഗ്രം ത്രികോണമാണെങ്കിൽ ത്രികോണ സ്തംഭം, അഗ്രം വൃത്താണെങ്കിൽ വൃത്തസ്തംഭം, അഗ്രം പഞ്ചഭുജാണെങ്കിൽ പഞ്ചഭുജ സ്തംഭം. ഈ രൂപത്തിലാണ് സ്തംഭത്തിന് പേര് വിളിക്കുക. ഇതിൻ്റെ ഫേസ് എല്ലാം നമുക്ക് എണ്ണി നോക്കിയിട്ട് എത്ര കൊണ്ട് നോക്കാൻ വേണ്ടി പറ്റും. ഇതിന് 2 അപ്പുറവും ഇപ്പുറവും ഉണ്ട്, സൈഡിൽ 2 ഉണ്ട്. അങ്ങനെ മൊത്തം 4 സൈഡിലുള്ള നാല് മുഖങ്ങൾ, പാർശ്വമുഖം എന്നതിന് പറയാം. സൈഡിലുള്ള മുഖത്തിന് പാർശ്വമുഖം എന്ന് പറയും, സൈഡിലുള്ളതിന് പാർശ്വമുഖം എന്ന് പറയും. ഇംഗ്ലീഷിൽ ലാറ്ററൽ ഫേസ് എന്ന് പറയും. ഈ അറ്റത്തുള്ളതിനെ എൻഡ് ഫേസ് എന്ന് പറയും, അഗ്രമുഖം എന്ന് പറയും, അല്ലെങ്കിൽ എൻഡ് ഫേസ്. അഗ്രമുഖം അല്ലെങ്കിൽ എൻഡ് ഫേസ് എന്ന് പറയും. ഇത്രയും കാര്യമാണ് ഓർമ്മിക്കേണ്ടത്, ഇതിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഏത് സ്തംഭത്തിനും എന്തുണ്ടാവും? ഉപരിതല പരപ്പളവ്. എല്ലാ സ്തംഭത്തിനും 2 കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് അതിൻ്റെ ഉപരിതല പരപ്പളവ്, ടോട്ടൽ സർഫേസ് ഏരിയ. പിന്നെ അതിൻ്റെ വോളിയം, അതിൻ്റെ ഉള്ളളവ്. ഈ 2 കാര്യമാണ് നോക്കേണ്ടത്. ടോട്ടൽ സർഫേസ് ഏരിയ ആണ് എല്ലാ മുഖത്തിൻ്റെയും പരപ്പളവ് കൂട്ടിയതാണ് ടോട്ടൽ സർഫേസ് ഏരിയ, 2 അഗ്രമുഖത്തിൻ്റെയും. അപ്പോൾ ടോട്ടൽ സർഫേസ് ഏരിയ നമുക്ക് ചുരുക്കിയിട്ട് ടോട്ടൽ സർഫേസ് ഏരിയ ഈക്വൽ ടു 2 എൻഡ് ഫേസ് ഏരിയ, 2 അഗ്രമുഖത്തിൻ്റെ പരപ്പളവ്. ഈ 2 അഗ്രമുഖത്തിൻ്റെ പരപ്പളവ് 1 കിട്ടിയാൽ 2 കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയും. പിന്നെ സൈഡിൻ്റെ പരപ്പളവ്, ലാറ്ററൽ സർഫേസ് ഏരിയ, LS, ലാറ്ററൽ സർഫേസ് ഏരിയ, പാർശ്വമുഖ പരപ്പളവും. അപ്പോൾ ഒരു സ്തംഭത്തിൻ്റെ ഉപരിതല പരപ്പളവ് കാണാൻ 2 അഗ്രമുഖ പരപ്പളവും പാർശ്വമുഖ പരപ്പളവും കണ്ടുപിടിച്ചാൽ മതി. ഇനി അഗ്രമുഖത്തിൻ്റെ പരപ്പളവ് കാണുമ്പോൾ, ഇത് ഇനി ചതുരസ്തംഭമാണെങ്കിൽ ചതുരത്തിൻ്റെ പരപ്പളവാണ്. അപ്പോൾ അഗ്രമുഖത്തിൻ്റെ പരപ്പളവ് അഗ്രമുഖത്തിൻ്റെ ആകൃതിക്കനുസരിച്ചിട്ട് മാറി വരും. അതുകൊണ്ട് അഗ്രമുഖത്തിൻ്റെ ആകൃതി എന്താണ്? ത്രികോണമാണെങ്കിൽ ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കേണ്ട സൂത്രവാക്യങ്ങൾ നമ്മളതിലുണ്ട്. ചതുരാണെങ്കിൽ ചതുരത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കേണ്ട സൂത്രവാക്യം. സമേതരാണെങ്കിൽ സമേതസ്തംഭമാണെങ്കിൽ സമേതത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കേണ്ട സൂത്രവാക്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ട് അത് അഗ്രമുഖത്തിൻ്റെ പരപ്പളവാണ്, നമുക്ക് വിഷയമില്ല. ഏതാണോ രൂപം ആ രൂപത്തിനനുസരിച്ചിട്ട് അഗ്രമുഖത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. 2 കൂട്ടിയാൽ 2 അഗ്രമുഖത്തിൻ്റെ പരപ്പളവ് കിട്ടും. ഇനി പാർശ്വമുഖത്തിൻ്റെ പരപ്പളവ് കാണാൻ വേണ്ടി ഈ 4 ഓരോ കണ്ടുപിടിച്ചിട്ട് കൂട്ടുന്നതിന് പകരം നമ്മൾ എളുപ്പ വഴിയിൽ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിന് ചുറ്റും ഒരു കടലാസ് ഇങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ, ഒരു കടലാസ് എടുത്ത് ഇതിന് ചുറ്റിക്കഴിഞ്ഞാൽ അത് നിവർത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് അത് മുറിച്ചെടുത്തിട്ട് അത് നിവർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ചതുരമായിരിക്കും. അപ്പോൾ ഈ ചതുരത്തിൻ്റെ മുകളിലത്തെ ഭാഗം ഇതിൻ്റെ ചുറ്റളവായിരിക്കും. ഈ അഗ്രമുഖത്തിൻ്റെ ചുറ്റളവാണ് മുകളിലത്തെ ഭാഗം. അപ്പോൾ അഗ്രമുഖത്തിൻ്റെ ചുറ്റളവാണ് ഇത് മറ്റേ കുത്തനെയുള്ളത് ഇതിൻ്റെ ഉയരവുമാണ്. അപ്പോൾ അഗ്രമുഖ ചുറ്റളവിനെ, ഇപ്പോൾ ലാറ്ററൽ സർഫേസ് ഏരിയ കാണാൻ വേണ്ടി അഗ്രമുഖ ചുറ്റളവിനെ ഞാൻ P എന്ന് പറയുന്നു. അഗ്രമുഖ ചുറ്റളവിനെ P
ഇൻറ്റു അതിൻ്റെ ഉയരം കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഏതൊരു സ്തംഭത്തിൻ്റെയും പാർശ്വമുഖ പരപ്പളവ് കാണാൻ വേണ്ടി അതിൻ്റെ അഗ്രമുഖ പരപ്പളവിനെ ഉയരം കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഒരു ചതുരസ്തംഭം നമ്മൾ പരിഗണിച്ച് കഴിഞ്ഞാൽ ഒരു ചതുരസ്തംഭം നമ്മൾ എടുക്കുന്നത് ആ ചതുരസ്തംഭത്തിൻ്റെ ഒരു ചതുരസ്തംഭം വരച്ച് ഈ ചതുരസ്തംഭത്തിൻ്റെ അടിയിലുള്ള അളവുകൾ ഇത് 8 സെൻറ്റിമീറ്ററാണ്, ഇത് 6 സെൻറ്റിമീറ്ററാണ്, ഇത് 15 സെൻറ്റിമീറ്ററാണ് ഇത് ഉയരം. അങ്ങനെയാണെങ്കിൽ ഈ ചതുരസ്തംഭമാണ്, ഇത് ഷേപ്പ് ചതുരസ്തംഭമാണ്. ഈ ചതുരസ്തംഭത്തിൻ്റെ ഉപരിതല പരപ്പളവ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 2 അഗ്രമുഖ പരപ്പളവ്. അപ്പോൾ ചതുരായതുകൊണ്ട് 8 × 6 48 വരും. 6 × 48, 48ൻ്റെ ഇരട്ടി 48, 2 × 48 96 വന്നു അഗ്രമുഖ പരപ്പളവ്. 2 × 6 48ൻ്റെ ഇരട്ടി 2 മുകളിലത്തെ താഴത്തെ കൂടി. ലാറ്ററൽ സർഫേസ് ഏരിയ കാണാൻ, പാർശ്വമുഖ പരപ്പളവ് കാണാൻ, അഗ്രമുഖ ചുറ്റളവ്. അപ്പോൾ അഗ്രമുഖ ചുറ്റളവ് പറയുക ചതുരത്തിൻ്റെ ചുറ്റളവാണ്. അത് 8 6 കൂടി കൂട്ടിയതിൻ്റെ ഇരട്ടി 8 6 14, 14ൻ്റെ ഇരട്ടി 28 വരും. 2 × L+B എന്നുള്ള സൂത്രമൊക്കെ വെച്ച് 8 6 കൂടി കൂട്ടി 14, 14ൻ്റെ ഇരട്ടി 28 വരും. ആ 28നെ ഈ ഹൈറ്റായ 15 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 28 ഗുണിക്കണം 15, 5 40, 2 10 44, 1 8 2 2 0 320 കിട്ടി. അപ്പോൾ 96 320 കൂടി കൂട്ടിയത് 96 320 കൂടി കൂട്ടിയ 6 416 സെൻറ്റിമീറ്ററാണ്. സെൻറ്റിമീറ്റർ സ്ക്വയറാണ് ഇതിൻ്റെ ഉപരിതല പരപ്പളവ്. അപ്പോൾ ഉപരിതല പരപ്പളവ് കാണാൻ വേണ്ടി 2 അഗ്രമുഖ പരപ്പളവ് കൂട്ടണം. പാർശ്വമുഖ പരപ്പളവ് കാണേണ്ടത്. പാർശ്വമുഖ പരപ്പളവ് കാണാൻ വേണ്ടി അഗ്രമുഖത്തിൻ്റെ ചുറ്റളവ് ഗുണിക്കണം ഈ സ്തംഭത്തിൻ്റെ ഉയരം എടുത്താൽ മതി. അപ്പോൾ വളരെ എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ ഉപരിതല പരപ്പളവ് കാണാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്ക് 2 അഗ്രമുഖത്തിൻ്റെ ആകൃതി നോക്കിയിട്ട് അഗ്രമുഖത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. എന്നിട്ട് 2 എണ്ണത്തിൻ്റെ കണ്ടുപിടിക്കുക. പാർശ്വമുഖത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ വേണ്ടി അഗ്രമുഖത്തിൻ്റെ ചുറ്റളവിനെ ഉയരം കൊണ്ട് ഗുണിക്കുക. അത് ഏത് സ്തംഭമായാലും ത്രികോണമാണെങ്കിൽ ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിച്ച് 2 കൊണ്ട് ഗുണിക്കുക. ത്രികോണത്തിൻ്റെ ഈ ചുറ്റളവ് കണ്ടുപിടിച്ചിട്ട് അതിനെ ഉയരം കൊണ്ട് ഗുണിച്ചാൽ ത്രികോണത്തിൻ്റെ പാർശ്വമുഖ പരപ്പളവ് കിട്ടും. എല്ലാം കൂടി കൂട്ടിയാൽ ഉപരിതല പരപ്പളവായി. ഇത് എല്ലാ സ്തംഭത്തിനും പൊതുവായിട്ടുള്ള രീതിയായിട്ട് ഇതിനെ നമുക്ക് എടുക്കാം. അതിന് വൃത്തസ്തംഭമായാലും അങ്ങനെ തന്നെ വൃത്തത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനെ ഉയരം കൊണ്ട് ഗുണിച്ചാൽ പാർശ്വമുഖ പരപ്പളവ് കിട്ടി. വൃത്തത്തിൻ്റെ πr² ഒന്ന് കണ്ടുപിടിച്ചിട്ട് 2 πr² എടുത്താൽ വൃത്തസ്തംഭത്തിന് സിലിണ്ടർ എന്നാണ് പറയുക. സിലിണ്ടർ എന്നാണ് വൃത്തസ്തംഭത്തിന് പറയുക. അത് പ്രത്യേകം ഓർമ്മിക്കുക. സിലിണ്ടർ എന്നാണ് വൃത്തസ്തംഭത്തിന് പറയുക. ആ സിലിണ്ടറിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതേപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ സൂത്രവാക്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. 2 അഗ്രമുഖ പരപ്പളവ് പ്ലസ് ലാറ്ററൽ സർഫേസ് ഏരിയ, പാർശ്വമുഖ പരപ്പളവ്, വൃത്തസ്തംഭം വക്രമുഖ പരപ്പളവ് അതിന് പകരം പറയും. ഇപ്പോൾ ഏത് സ്തംഭമായാലും ഇത് തന്നെയാണ് ചെയ്യുക. അഗ്രമുഖവും ഇത് കണ്ടുപിടിച്ചതിന് ശേഷം ഈ അഗ്രമുഖ പരപ്പളവ് കണ്ടുപിടിച്ചതിന് ശേഷം പാർശ്വമുഖ പരപ്പളവ് കൂടി കണ്ടുപിടിച്ച് അത് കൂട്ടിക്കഴിഞ്ഞാൽ ഉപരിതല പരപ്പളവ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ വ്യാപ്തമാണ്. ഏത് സ്തംഭത്തിൻ്റെയും വ്യാപ്തം കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ അഗ്രമുഖ പരപ്പളവിനെ ഉയരം കൊണ്ട് ഗുണിച്ചാൽ മതി. അഗ്രമുഖ പരപ്പളവിനെ അതിൻ്റെ ഉയരം കൊണ്ട് ഗുണിച്ചാൽ മതി. ഇപ്പോൾ നേരത്തെ പറഞ്ഞ സ്തംഭമാണെങ്കിൽ 6 8 കൂടി ഗുണിച്ചാൽ 6 8 48ആയി. അതിൻ്റെ അഗ്രമുഖ പരപ്പളവ് ചതുരാകുമ്പോൾ നീളം ഗുണിക്കണം വീതി അഗ്രമുഖ പരപ്പളവായി. അതിന് ഉയരം 15ആണ്. 15 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം കിട്ടി. അപ്പോൾ 6 8 48 ഗുണിക്കണം 15 ചെയ്താൽ ഉത്തരം 48 ഗുണിക്കണം 15 5 8 40, എന്നാൽ 24 24 1 8 1 4 4 0 8 4 12 7 720. യൂണിറ്റ് എഴുതുമ്പോൾ വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് എഴുതുമ്പോൾ സെൻറ്റിമീറ്റർ ക്യൂബ് എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞത് വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് ഘന സെൻറ്റിമീറ്ററാണ്. ഘന സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയും 1 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു ചെറിയ പാത്രത്തിനുള്ളിൽ കൊള്ളുന്ന 1 സെൻറ്റിമീറ്റർ നീളം 1 സെൻറ്റിമീറ്റർ വീതി 1 സെൻറ്റിമീറ്റർ ഉയരമുള്ള ചെറിയ പാത്രത്തിൽ കൊള്ളുന്ന അളവിനെയാണ് ഒരു ഘന സെൻറ്റിമീറ്റർ എന്ന് പറയുക, സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുക. അപ്പോൾ 1 ലിറ്റർ പാത്രത്തിനകത്ത് സാധാരണ 1 ലിറ്റർ പാത്രത്തിൽ 1 ലിറ്ററിൻ്റെ ഒരു പാത്രത്തിൽ 1000 സെൻറ്റിമീറ്റർ ക്യൂബ് ഉണ്ടെന്നാണ് കണക്ക്. ഇതിനകത്ത് വെള്ളം നിറച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഒഴിച്ചാൽ 1 ലിറ്ററിനകത്ത് 1000 സെൻറ്റിമീറ്റർ 1000 തവണ ഒഴിച്ചു കഴിഞ്ഞാൽ 1 ലിറ്റർ ആവുക. അപ്പോൾ 1 ലിറ്റർ സമം 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. അപ്പോൾ 720 സെൻറ്റിമീറ്റർ ക്യൂബ് പറഞ്ഞാൽ 1 ലിറ്റർ ആകുന്നില്ല, 720 മില്ലി മാത്രമേ ആകുന്നുള്ളൂ. അപ്പോൾ 500 അര ലിറ്ററിനേക്കാൾ കൂടുതലുണ്ട് 720 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 സെൻറ്റിമീറ്റർ ക്യൂബ് ആണെന്നുള്ള കാര്യം കൂടി ഇവിടെ ഓർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ ഏതൊരു സ്തംഭത്തിൻ്റെയും വ്യാപ്തം കാണാൻ വേണ്ടി അതിൻ്റെ അഗ്രമുഖ പരപ്പളവിനെ അഗ്രമുഖത്തിൻ്റെ ഏരിയയെ ഉയരം കൊണ്ട് ഗുണിച്ചാൽ മതി. ഇതാണ് പൊതുവായിട്ടുള്ള തത്വം. പിന്നെ അങ്ങനെ നമുക്ക് ഏത് സ്തംഭത്തിൻ്റെയും ഉപരിതല പരപ്പളവും വ്യാപ്തം കണ്ടുപിടിക്കാൻ വേണ്ടി
വളരെ ചെറിയ ടെക്നിക്ക് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഉപരിതല പരപ്പളവ് കാണാൻ 2 അഗ്രമുഖ പരപ്പളവ് കൂട്ടണം പാർശ്വമുഖ പരപ്പളവാണ്. അതിൽ പാർശ്വമുഖ പരപ്പളവ് കാണാൻ അഗ്രമുഖ ചുറ്റളവിനെ ഉയരം കൊണ്ട് ഗുണിക്കണം. വ്യാപ്തം കാണാൻ അഗ്രമുഖത്തിൻ്റെ പരപ്പളവിനെ ഉയരം കൊണ്ട് ഗുണിക്കണം. ഇതാണ് പ്രധാനപ്പെട്ട ഷേപ്പുകൾ. ഇതിൻ്റെയൊക്കെ ഉപരിതല പരപ്പളവും വ്യാപ്തവും കാണാൻ വേണ്ടി നമുക്ക് കഴിയണം. പിന്നെ ഉയർന്ന ക്ലാസ്സുകളിൽ ചില രൂപങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് സ്തൂപികകളാണ്. സ്തൂപികകളിൽ രണ്ട് തരത്തിലുള്ള സ്തൂപികകൾ വരുന്നുണ്ട്. അതിലൊന്ന് പിരമിഡാണ്. പിരമിഡ് എന്ന് പറയാൻ സമേതര സ്തൂപികയുണ്ട്. പിന്നെ കോൺ എന്ന് പറയുന്ന വൃത്തസ്തൂപികയുണ്ട്. പിന്നെ സ്പിയർ ഗോളമുണ്ട്. പിന്നെ ഹെമിസ്ഫിയർ അർദ്ധഗോളമുണ്ട്. ഈ കാര്യങ്ങളുടെയും കൂടി ഉപരിതല പരപ്പളവും കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നുണ്ട് അവിടെ അർദ്ധഗോളം. ഇതിൻ്റെയൊക്കെ ഉയർന്ന ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളും കൂടി ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കൂട്ടിച്ചേർക്കാൻ വേണ്ടി കഴിയും. പിരമിഡ്, കോണ്, വൃത്തസ്തൂപിക, സ്പിയറൊക്കെ. അതിൽ പിരമിഡിൻ്റെത് സമേതര സ്തൂപികക്ക് ഉള്ള അളവുകൾ സമേതര സ്തൂപിയുടെ ഫിഗർ ഇങ്ങനെയാണ് വരിക. ഞാൻ ഏകദേശം ഫിഗർ വരയ്ക്കാം. ഈ സമേതര സ്തൂപികക്ക് ഇങ്ങനെയാണ് ഫിഗർ വരിക. അപ്പോൾ ഇതിൻ്റെ ഒരു മുഖം എടുത്തു കഴിഞ്ഞാൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ അടി മുതൽ മുകളിൽ വരെ ഒരേ ഷേപ്പല്ല കിട്ടുന്ന ഒരു കൂർത്തഗ്ര വരുന്നത്. പക്ഷേ എന്നാലും അതിന് കൃത്യമായിട്ടുള്ള നിയതമായ രൂപമുള്ളതുകൊണ്ട് അത് ഒരു സ്തംഭത്തിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് പെടുത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപരിതല പരപ്പളവും വ്യാപ്തവും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം സൂത്രവാക്യമുണ്ട്. ഇതിൻ്റെ അടിയിലത്തെ ഈ സമേതരത്തിൻ്റെ ഒരു വശത്തിന് സാധാരണ എ എന്നാണ് പറയുക. ഇതിൻ്റെ ഈ കുത്തനെയുള്ള ഈ ശീർഷത്തിന് നേരെ കുത്തനെയുള്ള ഉയരത്തിന് എച്ച് എന്നാണ് പറയുക. ഇതിൻ്റെ സൈഡ് ഈ ഒരു മുഖം മാത്രം എടുത്താൽ ഈ മുഖത്തിന് ഒരു ഉയരമുണ്ട്, ഈ മുഖത്തിന് ഒരു ഉയരമുണ്ട്. ആ പാർശ്വത്തിൻ്റെ ഉയരത്തിന് എൽ എന്നാണ് പറയുക. അപ്പോൾ ഇതിൻ്റെ ഉപരിതല പരപ്പളവ് കാണാം. സമേതര സ്തൂപികയുടെ ഉപരിതല പരപ്പളവ് കാണാൻ വേണ്ടി TSA സമം A², അടിയിലത്തെ മുഖത്തിൻ്റെ പരപ്പളവ് A² പ്ലസ് 2AL എന്നാണ് പറയുക. കാരണം ഈ ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് അര AL ആണ്. ഇത് A ആണ്, ഇത് L ആണ്. അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് അര ഇൻറ്റു B ഇൻറ്റു H പ്രകാരം അര AL വന്നു. അര AL 4 പ്രാവശ്യം എടുത്തപ്പോൾ 2AL ആയി. 4 അര അങ്ങനെ 4 എടുത്തപ്പോൾ 2AL ആയി. അപ്പോൾ ഉപരിതല പരപ്പളവ് A² പ്ലസ് 2AL ആണ്. അതിൻ്റെ വ്യാപ്തം കണ്ട സൂത്രവാക്യം അഗ്രമുഖ പരപ്പളവിനെ H കൊണ്ട് ഗുണിച്ചതിൻ്റെ 3 കൊണ്ട് ഹരിച്ചതാണ്. കാരണം സമേതര സ്തംഭത്തിൻ്റെ അത്രത്തോളം ഇതിന് വ്യാപ്തമില്ല, ഉള്ളളവില്ല, കുറച്ച് കൂർത്തതായതുകൊണ്ട്. അതിൻ്റെ 3/1 അത് പരീക്ഷണം നടത്തിയപ്പോൾ കിട്ടിയത്. അതിൻ്റെ 3/1 ഇതിൻ്റെ വ്യാപ്തം എന്നാണ്. അപ്പോൾ സമേതര സ്തൂപികയുടെ വ്യാപ്തം A² ഇൻറ്റു H/3 ആണ്. ഉപരിതല പരപ്പളവ് A² പ്ലസ് 2AL ആണ്. ഇവിടെ A എന്ന് പറയുന്നത് പാദവക്കിൻ്റെ നീളമാണ്. ഈ L എന്ന് പറയുന്നത് ഈ ഒരു പാർശ്വമുഖത്തിൻ്റെ ഈ പ്രത്യേക ഒരു വശം മാത്രം എടുത്താൽ ആ മുഖത്തിൻ്റെ ചരിഞ്ഞിട്ടുള്ള ഈ ഉയരത്തിനാണ് L എന്ന് പറയുക, പാർശ്വം L എന്ന് പറയുക. അതിൻ്റെ വ്യാപ്തം A² ഇൻറ്റു H എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ള ഉയരം. ഇതാണ് സമേതര സ്തൂപികയുടെ ഉപരിതല പരപ്പളവും വ്യാപ്തവും കാണേണ്ട സൂത്രവാക്യം. അതേപോലെ തന്നെ ഈ വൃത്തസ്തൂപികയുടെ ഉപരിതല പരപ്പളവ് πr ഇൻറ്റു TSA സമം πr ഇൻറ്റു R+L എന്ന സൂത്രവാക്യം ഉപയോഗിക്കുക. വൃത്തസ്തൂപികക്ക് നെല്ലെല്ലാം കൂട്ടിയിട്ടതുപോലുള്ള രൂപത്തെയാണ് വൃത്തസ്തൂപിക എന്ന് പറയുക. ഈ ഷേപ്പാണ് ഉണ്ടാവുക, ഇങ്ങനെയുള്ള ഷേപ്പ്. അതിന് ആരം ഉണ്ടാവും. ഈ ചെരിഞ്ഞിട്ടുള്ള ഈ അകലത്തിന് L എന്ന് പറയും, ഈ കുത്തനെയുള്ളതിനെ H എന്നും പറയും. അപ്പോൾ ഇതിൻ്റെ ഉപരിതല പരപ്പളവ് കാണാൻ πr ഇൻറ്റു R+L എന്നുള്ള സൂത്രവാക്യം ഉപയോഗിക്കുക. അല്ലെങ്കിൽ πr² പ്ലസ് πrl എന്നുള്ള സൂത്രവാക്യം ഉപയോഗിക്കുക. πr² പ്ലസ് πrl ഇതിനെ ചുരുക്കിയിട്ട് പറഞ്ഞാണ് πr ഇൻറ്റു R+L. ഇതും പറയാം രണ്ടിലേതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. വ്യാപ്തം കാണാൻ വേണ്ടി πr² ഇൻറ്റു Hനെ നേരത്തെ പറഞ്ഞ സിലിണ്ടറിൻ്റെ വ്യാപ്തത്തെ നേരെയുള്ള സിലിണ്ടറാണെന്ന് കരുതുക. അങ്ങനെ സിലിണ്ടർ ആണെങ്കിൽ ആ സിലിണ്ടറിൻ്റെ വ്യാപ്തത്തിൻ്റെ 3/1 ആയിരിക്കും. πr²H ഡിവൈഡ് ബൈ 3 ആയിരിക്കും ഈ കോണിൻ്റെ വ്യാപ്തം. അപ്പോൾ കോണിൻ്റെ ഉപരിതല പരപ്പളവ് πr² പ്ലസ് πrl ആണ്. വ്യാപ്തം πr² ഇൻറ്റു H ഡിവൈഡ് ബൈ 3 ആണ്. അപ്പോൾ ആരം 5, ഉയരം 10 എന്നൊക്കെ തന്നാൽ R² ഇൻറ്റു H എല്ലാം കൂടി ഗുണിച്ച് അതിനെ 3 കൊണ്ട് ഹരിച്ചിട്ട് പൈയുടെ വില എടുത്തിട്ട് ഗുണിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കിട്ടും. ഇത് യൂണിറ്റ് സെൻറ്റിമീറ്റർ ക്യൂബാണ് കിട്ടുക. ഉപരിതല പരപ്പളവിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ² ആണ് കിട്ടുക. ഇതേപോലെ ഗോളം എന്ന് പറഞ്ഞാൽ പന്ത് പോലുള്ള സാധനമാണ്. 3 ഡയമെൻഷനിലാണ്.
അതിൻ്റെ ഉപരിതല പരപ്പളവ് ടി എസ് എ ഈക്വൽ ടു 4 πr² എന്നുള്ള സൂത്രവാക്യമാണ് ഉപയോഗിക്കാറുള്ളത്. അത് വരുന്നത് ഇതിൻ്റെ ഉപരിതല പരപ്പളവ് മൊത്തം കണ്ടുപിടിക്കാനുള്ള ചില മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് നൂലെല്ലാം ചുറ്റിയിട്ട് നൂലെല്ലാം നീർത്ത് വെച്ച് കഴിഞ്ഞാൽ ആ സ്ക്വയറിനെ 4 കൊണ്ട് π കൊണ്ട് ഗുണിച്ചതിന് തുല്യമായിരിക്കും എന്നുള്ള പരീക്ഷണം നടത്തിയിട്ട് കണ്ടുപിടിക്കുക. ഉയർന്ന ക്ലാസ്സിൽ കാൽക്കുലസ് പോലെ ഉപയോഗിച്ചിട്ടും ഇതിൻ്റെ സൂത്രവാക്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഗോളത്തിൻ്റെ വ്യാപ്തം 4 πr³/3 ആണ്. 4 πr³/3 ആണ് ഗോളത്തിൻ്റെ വ്യാപ്തം. ഇത് അർദ്ധഗോളമാകുമ്പോൾ അർദ്ധഗോളം ഇതിനെ രണ്ടായിട്ട് മുറിക്കും, നടുവിലൂടെ രണ്ടാക്കിയിട്ട് മുറിച്ച് കഴിഞ്ഞാൽ രണ്ട് പീസാക്കിയിട്ട് മുറിക്കുമ്പോൾ അതിൽ ഓരോന്നിൻ്റെയും ഓരോന്ന് അർദ്ധഗോളമായി മാറി. അപ്പോൾ മുകളിലൊരു അർദ്ധഗോളം, താഴെ ഒരു അർദ്ധഗോളം. അപ്പോൾ അർദ്ധഗോളത്തിൻ്റെ വ്യാപ്തം കാണാൻ വേണ്ടിയിട്ട് അർദ്ധഗോളത്തിൻ്റെ ഉപരിതല പരപ്പളവ് കാണുമ്പോൾ ഈ 4 πr² പകുതിയും വന്നു, പിന്നെ അതിൻ്റെ അടിയിലൊരു പരന്നതുമുണ്ട്. പരന്നതിൻ്റെ πr² ആണ്. അപ്പോൾ 2 πr², 1 πr² കൂടി ചേർന്ന് അതിൻ്റെ TS 3 πr² ആയി മാറി. അർദ്ധഗോളത്തിൻ്റെ ഉപരിതല പരപ്പളവ് ഈ വളഞ്ഞതിൻ്റെ 4 πr² നേർ പകുതിയാണ് 2 πr². അടിയിലത്തെ ഒരു പരന്നതിൻ്റെയും കൂടി ചേർത്താൽ 3 πr² ആയി. അതിൻ്റെ വ്യാപ്തം ഈ 4 πr³/3 നേർ പകുതിയാണ്. അത് 2 πr³/3 ആണ്. 4 πr³/3 നേർ പകുതി 2 πr³/3 ആണ്. അപ്പോൾ ഇത് ഗോളത്തിൻ്റെതാണ്, ഇത് അർദ്ധഗോളത്തിൻ്റെതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സൂത്രവാക്യങ്ങൾ വരുന്നത്. അപ്പോൾ ഏത് സ്തംഭമായാലും ശരി, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള സ്തംഭങ്ങൾ വരുന്നത്. നേരത്തെ പറഞ്ഞ നേർസ്തംഭം ആണെങ്കിൽ ആണ് ഞാൻ ആദ്യം പറഞ്ഞ 2 അഗ്രമുഖ പരപ്പളവ് കൂട്ടണം, പാർശ്വമുഖ പരപ്പളവ് ഉപയോഗിക്കുക. ഇത് നേർസ്തംഭമല്ല, ഇങ്ങനെയുള്ള കൂർത്തതൊക്കെ ആകുമ്പോൾ അതിന് പ്രത്യേക സൂത്രവാക്യങ്ങളാണുള്ളത്. ആ സൂത്രവാക്യങ്ങൾ പ്രത്യേകം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് എല്ലാം കൂടി ഓർത്തു കഴിഞ്ഞാൽ സ്തംഭങ്ങളുടെ ഉപരിതല പരപ്പളവും വ്യാപ്തവും എന്നുള്ള ഈ ഭാഗം നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടി കഴിയും.